എന്തുമായാലും അന്ന് ആ റബ്ബർ വെട്ടിയിട്ട് ഈ വാഴയൊക്കെ ഇട്ടത് നല്ല കാര്യമായില്ലേ? ഈ വാഴയുടെ ഉണങ്ങിയ ഇലയെല്ലാം കട്ട് ചെയ്യട്ടെ? അമരയ്ക്ക പിടിച്ചാ? പിടിച്ചിട്ടുണ്ടോ? കിതറേ ഉദർ ആ ഇതറേ ए वाला ओ कट करेगा। इधर पूरा है। कृष्णा इधर आ। हाँ ओके। അങ്ങനെ നമ്മുടെ കൊച്ചു പച്ചക്കറിത്തോട്ടം വാഴത്തോട്ടം ഒക്കെ കണ്ടോളൂ. ഇതൊരു സൈസ് മാവാണ്. കസ്തൂരി മാങ്ങയാണ്, അതിൻ്റെ തൈയാണ് കൊണ്ടുവച്ചത്. അതിൻ്റെ കളർ കണ്ടോ ഇലയുടെ? മാങ്ങ പിടിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം, ആ ഒരു വീഡിയോ ഇട്ടുതരാം. വാഴയുടെ ഇടയിൽ ചീനിയും മാവും ഒക്കെ ആക്കി കുറച്ച് പച്ചക്കറികളും വെണ്ടയ്ക്കയും ഒക്കെ ആയി മിശ്ര വിളയാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത്. റബ്ബർ മുറിച്ചിട്ട് ആ സ്ഥലത്തെല്ലാം ഇങ്ങനെയാണ്. ഞങ്ങൾക്ക് സാങ്കേതിക സഹായം തരുന്നതെല്ലാം ചെറുക്കര കൃഷിഭവനാണ്. രാജേഷ് സാറാണ് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഉപദേശങ്ങളും സാങ്കേതിക സഹായങ്ങളെല്ലാം നൽകുന്നത്. ഇത് അബിയു, വിദേശ ഇനം പഴ ചീര ഇട്ടത് മാത്രം ഞങ്ങൾക്ക് പ്രയോജനമില്ലാതെ പോയി, ഇലയെല്ലാം നശിച്ചു പോയി. പിന്നെ നമുക്കറിയാം കൂടെ മഴ പെയ്യുന്ന ഒരു കാലാവസ്ഥയാണല്ലോ നമ്മുടെ കേരളത്തിൽ. അതുകൊണ്ട് നമ്മൾ എന്ത് കൃഷി ചെയ്താലും വളം കൊടുക്കുമ്പോൾ ആ കൃഷി ചെയ്യുന്നതിനെക്കാട്ടിനധികമായി കള വളരുന്ന ആ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ഞങ്ങളുടെ പുരയിടത്തിന്. എന്നാലും അത്യാവശ്യം വാഴയും കൂവ, മഞ്ഞൾ, ചേന, തെങ്ങും തൈയൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്ലാവിൻ തൈ നട്ടതാ. ഒരു 2 വർഷമായ പ്ലാവ് കായ്ച്ചു നിൽക്കുന്നു. പാലക്കാട് നിന്ന് പയർ വിത്ത് വാങ്ങിച്ച് നട്ടതാ. അധികം പയറൊന്നും കിട്ടിയില്ലെങ്കിലും ചെടി നന്നായിട്ട് നിൽക്കുന്നുണ്ട്. കാട് പിടിച്ച കണക്ക് കിടക്കുക ചെടി. ഇതിൻ്റെ ഇടയിലോട്ട് എങ്ങനെ കയറുമെന്ന് അറിയത്തില്ല. പിന്നെ കുറച്ച് സ്ഥലത്ത് ചീനിയാണ് നട്ടത്. ഡ്രിപ്പ് ഇറിഗേഷനും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല. കാന്താരി മുളക് നിൽക്കുന്നത് കണ്ടോ? ഇത് കൃഷി ചെയ്തതൊന്നുമല്ല, ഞങ്ങളുടെ കൃഷിയിടത്തിൽ തന്നെ കിളിച്ചു വന്നതാണ്.